ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഈസി ആയിട്ടുള്ള ഒരു ഗ്രേപ്പ് പുഡിംഗ് തയ്യാറാക്കിയെടുക്കാം. അതിനു മുന്നേ എല്ലാവർക്കും ഷൈന കുക്കിങ്ങിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് കറുത്ത മുന്തിരി എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് ജ്യൂസ് അടിച്ചെടുക്കണം. നല്ല കട്ടിയിൽ അടിച്ചെടുക്കേണ്ടതില്ല. ഒരു അര കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് അടിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ നമ്മളിത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ അരിച്ചെടുക്കലിവിടെ കഴിഞ്ഞു. ഇനി സ്റ്റൗവിലൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ അടിച്ച് വെച്ചിരിക്കുന്ന ജ്യൂസ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ആ തിളപ്പിക്കുന്ന സമയത്ത് ഒരു 1/4 കപ്പ് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്രയും തന്നെ പഞ്ചസാര മതിയാവും ഇതിലേക്ക്. അപ്പോൾ തന്നെ നല്ല മധുരം ഉണ്ടാവും. ഇനി ഇതൊന്ന് തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് കോൺഫ്ലവർ ഒന്ന് കലക്കിയെടുക്കണം. അപ്പോൾ ഒരു 1/4 കപ്പിൻ്റെ അടുത്ത് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിവിടെ തിളച്ചിട്ടുണ്ട്. ഇനി തിളച്ച് വന്നതിലേക്ക് നമുക്ക് കോൺഫ്ലവറിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിക്കായി വരുന്നവരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. നമ്മുടെ ഈ പുഡിംഗ് ഒരു ജെല്ലി ടൈപ്പ് ആയിരിക്കും. നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള തിക്കായിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ചൂടാറിയ ശേഷം ഒരു 4 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെക്കുക. ഇനി നമുക്കിത് ചൂടാറിയ ശേഷം ഫ്രിഡ്ജിലേക്ക് വെക്കാവുന്നതാണ്. അങ്ങനെ 4 മണിക്കൂറിന് ശേഷം ഇതേപോലുള്ള അടിപൊളി ജെല്ലി ടൈപ്പ് പുഡിംഗ് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ ഞാനിവിടെ ഒരു ഡെക്കറേഷനായിട്ട് കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് അതിൻ്റെ മുകളിൽ വിതറി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്. താങ്ക് യു.